ഒരു ചക്കയുടെ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചക്കയുടെ ആക്ച്വലി ചക്ക വരട്ടി നാട്ടിൽ നിന്ന് കൊടുത്തു വെച്ചതാണ്. ഇന്നലെയൊക്കെ കൊണ്ടുവന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ചക്കയുടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ചക്കയുടെ എനിക്കത് ഓൾറെഡി ശർക്കരയും എല്ലാം ഇട്ടാണ് വരട്ടിയേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആവശ്യത്തിന് അരിപ്പൊടിയും കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കും. ഗോതമ്പ് പൊടി അന്നേരം കുറച്ച് മയം വരത്തുള്ളൂ. പിന്നെ ഏലക്കയും ജീരകവും കൂടെ പൊടിച്ച് തേങ്ങയും ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. നല്ലപോലെ കുഴച്ചിട്ട് ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇടനേലുണ്ട്. എല്ലാ സ്ഥലത്തും എങ്ങനെയാണ് ഈ ഇലയ്ക്ക് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ കോട്ടയംകാർ പറയുന്ന ഇടനേലാന്ന്. ആ ഇടനേല നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ സാധാരണ ഞാൻ ജീരക ഇലക്കൊക്കെ ഇച്ചിരി പൊടിച്ച് എപ്പോഴും വെക്കാറുണ്ട്. ഇപ്പോൾ ടിന്നെടുത്ത് നോക്കിയപ്പോൾ അത് തീർന്നു പോയി. അതുകൊണ്ട് ഞാൻ ഏലക്കയും ജീരകവും കൂടെ പൊടിച്ച് അത് കുറച്ച് ചേർത്ത് ബാക്കിയുള്ള ഞാനത് ടിന്നിലോട്ടിട്ട് വെച്ചു. അത് കഴിഞ്ഞ് അതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കണം. കുഴച്ച് ഒത്തിരി ടൈറ്റായിട്ടിരിക്കരുത്, ഒരു ശകലം ലൂസായിട്ടിരിക്കണം. ഒത്തിരി ടൈറ്റായിട്ടിരുന്നാൽ അടങ്ങ് ഭയങ്കര കട്ടിയായിപ്പോവും. അപ്പം നമ്മൾ അത് കുഴച്ച് കുറച്ച് വെള്ളം കൂട്ടി വെച്ച് നല്ല ഇലക്കകത്ത് വെച്ച് മടക്കുമ്പം അത് ഒഴുകിപ്പോകരുത്, ഒരിച്ചിരി ലൂസായിട്ടിരിക്കണം. ആ പരുവത്തിന് നല്ലപോലെ കുഴച്ചെടുക്കണം. കുഴച്ചിട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല, കുഴച്ച് അന്നേരം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഓൾറെഡി ഇഡ്ഡലി പാത്രത്തിനകത്ത് ആവി കയറ്റാനുള്ള പാത്രത്തിനകത്ത് വെള്ളം വെച്ച് അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഹസ്ബൻഡ് ചേട്ടൻ്റെ മോളുണ്ട്, അവളവിടെ വർക്ക് ചെയ്യുന്നിടത്തും കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് അവർക്കും കൊടുക്കാൻ വേണ്ടി കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പൊടി വേണമെങ്കിൽ ഇച്ചിരിയുടെ ഇതിനകത്ത് ചക്ക ഇവിടെ ചക്കവരത്ത് കുറച്ച് കൂടുതൽ നിൽക്കണം. ആ രീതിയിൽ പൊടി നമുക്ക് ആവശ്യാനുസരണം. എനിക്കിപ്പോൾ അങ്ങനെ ഇതിൻ്റെ കറക്റ്റ് അളവൊന്നും പറയാൻ അറിയത്തില്ല. ഞാനെല്ലാവരും ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് അങ്ങോട്ട് ഇടുകയോ ചെയ്യുന്നത്. എനിക്കിങ്ങനെ കണക്കൊന്നും പറഞ്ഞ് അങ്ങനെ എങ്ങനെ അറിയത്തില്ല. ഞാനെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ പാകത്തിന് അങ്ങനെ നോക്കിയിട്ടാണ്. ഇനി നമ്മൾ ഇലയെല്ലാം നല്ലപോലെ കഴുകി തുടച്ച് ആണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ കഴുകി നമ്മൾ തുടച്ചെടുക്കണം. എന്നിട്ട് വേണം. ഇതിപ്പോൾ എല്ലാം കഴുകി നല്ലപോലെ തുടച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്നത്. എന്നിട്ടതിങ്ങനെ ഇതുപോലെ കണ്ടത് കോണോടെ ഇങ്ങനെ മടക്കിയിട്ട് അതിനകത്ത് വെച്ചിട്ട് ഒരു ഡയമണ്ട് ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചിലരിത് വാഴയിലക്കകത്ത് ഉണ്ടാക്കും, പക്ഷേ എപ്പോഴും എനിക്ക് ഈ ഇലക്കകത്ത് ഉണ്ടാക്കുന്നത് ഇഷ്ടം. ഈ ഇലക്കകത്ത് ഇലയുടെ മണവും ചുവയും കൂടെ അടയിലോട്ട് ഇറങ്ങും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ എല്ലാം കൂടെ ഇതുണ്ട്. അപ്പോൾ ആവി കയറ്റി എല്ലാം വെച്ചു. അതെ, ഇപ്പം ഞാൻ ഒരു പാത്രത്തിൽ കൊള്ളത്തില്ല, ഞാൻ 2 ഇഡ്ഡലി പാത്രം വെക്കുന്നുണ്ട്. 2 എണ്ണത്തിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. വെച്ച് ഇനി അതൊരു അരമണിക്കൂറോളം പതുക്കെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ആവി വന്നു കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു അരമണിക്കൂറോളം വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഓർക്ക് വെച്ച് കുത്തി നോക്കിയാൽ എന്തെന്നറിയാം. അങ്ങനെ അരമണിക്കൂർ കൊണ്ട് റെഡിയാകും.